ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രാഹുലിനെ ഹോസ്പിറ്റലിൽ നിന്നും ആംബുലൻസിൽ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. സരയുമോളാണെങ്കിൽ രാഹുലിനെ കണ്ട് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മുടെ ശാരിക്ക് യാതൊരു തരത്തിലുള്ള കുലുക്കോ ഇല്ല. ശാരി പറയുന്നുണ്ട് അയാളുടെ സ്വഭാവത്തിന് അത് കിട്ടിയതാണെന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ അതിനുശേഷം മുകളിലൊക്കെ കൊണ്ട് കിടത്തുന്നുണ്ട് രാഹുലിനെ. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ വരുൺ, അതായത് വന്ദനയെ കൊണ്ടുപോയി മനോഹർ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. ഒരുപാട് ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ തിരികെ വീട്ടിലേക്ക് വരികയാണ്, വന്ദനയുടെ വീട്ടിലേക്ക്. അച്ഛനും അമ്മയും പറയുന്നുണ്ട്, എന്തിനാ മോനെ കല്യാണ ഡ്രസ്സൊക്കെ ഞങ്ങൾ എടുക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് സാരില്ല, എനിക്കിപ്പം തന്നെ ഒരു 5 കോടി രൂപ 7 കോടി രൂപ ഇപ്പം തന്നെ നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്, പിന്നെ എന്തിനാ അതൊക്കെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവൻ എന്നാൽ ശരി, അപ്പോൾ സ്വർണ്ണം എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതെ, സ്വർണ്ണം എടുക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് എൻ്റെ ആൻറ്റി വരും, ഞാൻ വൈകിട്ട് വരാൻ മോളെ കൂട്ടിയിട്ട് കൊണ്ടുപോയിക്കൊണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് മനോഹർ ചോദിക്കുകയാണ്. അപ്പോൾ അതിനെന്താ കുഴപ്പം, മോൻ്റെതല്ലേ ഇവള് മോൻ്റെതല്ലേ, പിന്നെന്തിനാ കുഴപ്പം എന്നൊക്കെ അച്ഛനമ്മയും പറയുന്നുണ്ട്. അങ്ങനെ മനോഹർ അവിടെ നിന്ന് നല്ല സന്തോഷത്തോടു കൂടി പോവുകയാണ്. ഇതേ സമയത്താണെങ്കിൽ സാരിയൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. മോളെ, ഇത് ലക്ഷങ്ങളുടെ വിലയുള്ള സാരിയാണല്ലോ എന്ന് പറയുമ്പോൾ, അതേ അമ്മ, അവൻ്റെ പൈസ നല്ല രീതിയിൽ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. എന്തായാലും നിതമോളുടെ ഭാഗ്യം, നിതമോൾക്ക് കല്യാണം കഴിയുമ്പോൾ സാരി ഒന്നും ഇനി എടുക്കേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ പറയുകയും ചെയ്യാണ് കേട്ടോ. എന്തായാലും അങ്ങനെ മനോഹർ അവിടെ നിന്നും പോയിട്ട് ആൻറ്റിയായി കൊണ്ടുവരുന്ന നമ്മുടെ ശാരിയെയാണ്. ശാരിയോട് റെഡി ആയിട്ട് നിൽക്കാനൊക്കെ മനോഹർ പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് രാഹുലിനെ കണ്ടിട്ട് സരയു ഇങ്ങനെ വിഷമൊക്കെ പറയുകയാണ്. അപ്പൊ നട്ടലൊടിഞ്ഞു മോളെ, ഇനി പിന്നെ കുറച്ച് നാൾ ഇങ്ങനെ തന്നെ കിടക്കേണ്ടി വരും, അനന്തരവൻ കിടക്കുന്നത് പോലെ തന്നെ ഞാനും കിടക്കേണ്ടി വരും എന്നൊക്കെ പറയാണ്. അവരെ കൊല്ലാൻ എന്തെങ്കിലും മാർഗമുണ്ട് അച്ഛ എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ സരയും. അപ്പൊ പറയുന്നുണ്ട് രാഹുല്, അതെ മോള് ഞാൻ കിടപ്പിലായാലും മോള് പേടിക്കേണ്ട, അവരുടെ കാര്യത്തിൽ അവർക്ക് വേറെ ശത്രുക്കളുണ്ട് പുറത്ത് എന്ന് പറയുന്നുണ്ട്. ആ വിക്രത്തിനെ കൊണ്ടും പ്രകാശിനെ കൊണ്ടും ഒന്നിനും പറ്റില്ല അച്ഛ എന്ന് സരയി പറയുമ്പോൾ, അവരെല്ലാം മോളെ, അവരുടെ പുതിയ ശത്രു വേറെയുണ്ട്, അത് വേറെ ആരല്ല, അവൾക്ക് ആ കല്യാണിക്ക് ഒരു ചേച്ചി ഉണ്ടല്ലോ, അവളുടെ ഏട്ടനാണ്, അതായത് അവർ സ്വത്തുക്കളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ കല്യാണിയും കിരണാണല്ലോ, അതുകൊണ്ട് അവർക്ക് അവരുടെ ശത്രു അവനായി നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ മോളോടൊരു കാര്യം പറയും, ആരോടും പറയണ്ട, ഞാൻ കിരണിനെ തല്ലാൻ വേണ്ടി ഗുണ്ടകളെ തയ്യാറാക്കി നിർത്തിയായിരുന്നു. പക്ഷേ ആ സമയത്ത് അവർക്കതിന് സാധിച്ചില്ല. പക്ഷേ ഈ ഗംഗപ്രസാദ് എന്ന് പറയുന്ന ആളുടെ ഗുണ്ടയാണ് നമ്മുടെ കിരണിൻ്റെ തലക്കടിച്ച് അവന് ഈ ഒരു അവസ്ഥയിലാക്കിയത് എന്ന് പറയുമ്പോൾ സരയും ഞെട്ടിപ്പോവുകയാണ്. സത്യമാണോ അച്ഛ എന്ന് ചോദിക്കുന്നുണ്ട്. അതേ മോളെ, മോളിഞ്ഞിത് മറ്റാരോടും പറയണ്ട, ഗംഗപ്രസാദിൻ്റെ ഫോട്ടോ എൻ്റെ ഫോണിലുണ്ട്, ഞാൻ മോൾക്കത് കാണിച്ചു തരാം എന്നും കൂടി പറയുന്നുണ്ട്. അതെന്തായാലും നന്നായി എന്ന് നമ്മുടെ ഒരുപാട് സന്തോഷം വരികയും ചെയ്യാണ്. ഇതേ സമയത്ത് ശാരിയെയും കൊണ്ട് നമ്മുടെ മനോഹർ വന്ദനയ്ക്ക് സ്വർണ്ണം എടുക്കാൻ വേണ്ടി, താലിമാലയും സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ശാരി മരുമകൻ്റെ നിർദ്ദേശപ്രകാരം വന്ദനയോട് അഭിനയിച്ച് തകർക്കുന്നുണ്ട്. അപ്പോൾ വന്ദന സംസാരിക്കില്ല എന്ന് അറിയുമ്പോൾ ശാരിക്ക് അതൊരു വിഷമാവുകയും ചെയ്യുകയാണ്. മോൾ എന്നാലും ഇവൻ്റെ വലയിൽ പെട്ടുപോയല്ലോ എന്നൊക്കെ ആലോചിച്ച് ശാരി അങ്ങനെ നിൽക്കുകയും ചെയ്യുകയാണ്. എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.